അപ്പു ആശാന് കിട്ടിയ സമ്മാനം. അതാണ് ഇന്നത്തെ കഥ. അപ്പു ആശാന്റെ കഥകൾ കൂട്ടുകാർ ഇതിനു മുമ്പ് കഥയിലൂടെ കേട്ടിട്ടുണ്ടല്ലോ. ഇതാ വീണ്ടും അപ്പു ആശാൻ. കഥയിലേക്ക് സ്വാഗതം. അപ്പു ആശാൻ ഒരിക്കൽ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. ഒരു ദൂര സ്ഥലത്ത് യാത്ര പോവുകയായിരുന്നു. അപ്പോഴാണ് വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ച് അപ്പു ആശാൻ ഓർത്തത്. ആഭരണം വീട്ടിൽ വെച്ചു പോയാൽ കള്ളന്മാർ തട്ടിയെടുക്കില്ലേ? അപ്പു ആശാൻ ഓർത്തു. ഉടനെ അപ്പു ആശാൻ അയൽക്കാരനായ ഒരാളെ ഏൽപ്പിച്ചു പറഞ്ഞു, മോനെ, ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം, ഞാൻ വൈകാതെ തിരിച്ചു വരാം. അതിനെന്താ, ആഭരണങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം, അയാൾ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശാൻ തിരിച്ചെത്തി. ആശാൻ വന്ന ഉടനെ അയൽക്കാരന്റെ വീട്ടിലെത്തി ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു. ആഭരണങ്ങളോ? ഇത് നല്ല കൂത്ത്, നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും, അയൽക്കാരൻ പറഞ്ഞു. ഇത് കേട്ടപ്പം അപ്പു ആശാന് വിഷമമായി. മര്യാദയ്ക്ക് എവിടെ നിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ കാല് ഞാൻ തല്ലി ഓടിക്കും, അയൽക്കാരൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആശാൻ നേരെ രാജകൊട്ടാരത്തിലേക്ക് എത്തി. എന്നിട്ട് മന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു. രാജാവിന് വളരെ തിരക്ക, മര്യാദയ്ക്ക് പോയിക്കോ, മന്ത്രി അപ്പു ആശാനെ ഓടിച്ചു വിട്ടു. കുറച്ചു കഴിഞ്ഞ് ആശാൻ തിരിച്ചു വന്ന് വീണ്ടും മന്ത്രിയോട് പറഞ്ഞു, രാജാവിനോട് എന്റെ പത്തായത്തിൽ നിധിയെടുക്കാൻ ഒരു സഹായം വേണമെന്ന് പറയാനാ. ശരി, ഞാൻ സഹായിക്കാം, ഒരു പങ്ക് എനിക്കും തരണം എന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി ആശാന്റെ വീട്ടിലേക്കെത്തി. അയാൾ പത്തായത്തിനകത്ത് നിധി തപ്പാൻ തുടങ്ങി. അത് തന്നെ തക്കം, മുത്തശ്ശി വേഗം പത്തായത്തിന്റെ വാതിലടച്ചു. മന്ത്രി പത്തായത്തിനകത്തുമായി. കൂട്ടുകാർക്ക് പത്തായം എന്താണെന്നറിയാലോ? ഇല്ലെങ്കിൽ അച്ഛനമ്മമാരുമായി ചോദിക്കുക. ഇപ്പോഴത്തെ കെട്ടിടങ്ങളിലൊന്നും പത്തായമില്ല, പഴയ വീടുകളിലാണ് ഈ പത്തായം ഉണ്ടായിരുന്നത്. സാധനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് പത്തായം. അപ്പോൾ നമ്മുടെ മന്ത്രി പത്തായത്തിനകത്തായിപ്പോയി. കുറേ നേരം കഴിഞ്ഞു. നേരം വെളുത്തു. ആശാൻ വേഗം അയൽക്കാരനടുത്ത് ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, നീയും നിന്നെ സഹായിക്കണം. കാലത്ത് പത്തായം തുറന്നപ്പോൾ അതിനകത്ത് ഒരു കുടം സ്വർണം, പക്ഷെ അതിനകത്തൊരു പാമ്പ് കിടക്കുകയാണ്. നീ എനിക്കൊന്ന് കൊന്നു തരണം, എന്നിട്ട് നിധിയെടുത്തോ. തന്നാൽ അതിന്റെ പകുതി തന്നാലും മതി എനിക്ക്. അയൽക്കാരന്റെ കണ്ണുകൾ തിളങ്ങി. ആശാൻ തുടർന്നു, ഒരു കാര്യം, സത്യം പറയുന്നവർക്കേ നിധി കിട്ടൂ. അല്ല മോനെ, എന്റെ സ്വർണ്ണാഭരണങ്ങൾ നിന്റെ കയ്യിലില്ലേ? ഉണ്ട് ആശാനെ, ഉണ്ട്, അയൽക്കാരൻ സമ്മതിച്ചു. എന്നാൽ അത് മുഴുവൻ തന്നിട്ട് നിധിയെടുത്താൽ മതി. അത് പറ്റില്ല, അയാൾ തീർത്തു പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് ആശാൻ വീണ്ടും രാജകൊട്ടാരത്തിലെത്തി. ആശാന്റെ പരാതി കേട്ട് രാജാവ് അയൽക്കാരനെ വരുത്തി ചോദ്യം ചെയ്തു. പക്ഷെ അയാൾ ഒഴിഞ്ഞു മാറി. അയാൾ ഒന്നും സമ്മതിച്ചില്ല. പ്രഭു, എന്റെ വീട്ടിൽ ഒരു പത്തായമുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ കുടുംബ കാക്കുന്ന ഭൂതവുമുണ്ട്. ആ പത്തായത്തോട് ചോദിച്ചാൽ ഈ കള്ളന്റെ തട്ടിപ്പ് അറിയാനാകും. അപ്പുണ്ണി ആശാന്റെ വാക്കുകൾ കേട്ട് രാജാവ് ഉടനെ പത്തായം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആശാന്റെ വാക്കുകൾ കേട്ട് രാജാവ് ഉടനെ പത്തായം കൊണ്ടുവരാൻ കൽപ്പിച്ചു. താമസിക്കാതെ ഭടന്മാർ ആശാന്റെ പത്തായം കൊട്ടാരത്തിലെത്തിച്ചു. ആശാൻ പത്തായത്തിൽ ഢും ഢും എന്ന് രണ്ടിടി. എന്നിട്ട് ചോദിച്ചു, ഭൂതമേ, സത്യം പറ, ഇന്ന് രാവിലത്തെ സംഭാഷണം എന്തിനെ പറ്റിയായിരുന്നു? പത്തായം ഒന്നും മിണ്ടിയില്ല. ആശാൻ വീണ്ടും ചോദിച്ചു, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പത്തായം വെട്ടിപ്പൊളിക്കും. അപ്പോൾ ഇവിടെയുള്ളവർ മുഴുവനും നിന്നെ കാണും. പത്തായത്തിനകത്ത് മന്ത്രി പേടിച്ചു വിറച്ചു. ഈശ്വര, ഇത് രാജാവ് അറിഞ്ഞാൽ. മന്ത്രി വേഗം സ്വരം മാറ്റി നടന്നതൊക്കെ പറഞ്ഞു. രാജാവിന് ഭൂതം പറഞ്ഞതൊക്കെ മനസ്സിലായി. അയൽവാസിയെ ശിക്ഷിക്കാനും ആശാന്റെ ആഭരണമെല്ലാം തിരികെ നൽകാനും രാജാവ് ഉത്തരവിട്ടു. പക്ഷെ അതുകൊണ്ടൊന്നും കുഴപ്പം തീർന്നില്ലല്ലോ. പത്തായം പറഞ്ഞത് ശരിയാണോ എന്നറിയണ്ടേ? അതുകൊണ്ട് രാജാവ് പത്തായം പൊളിക്കാൻ തന്നെ ഉത്തരവിട്ടു. പത്തായം പൊളിച്ചപ്പോൾ കണ്ട കാഴ്ച, മന്ത്രി ചുരുണ്ടുകൂടിയിരിക്കുന്നു. ആശാൻ നടന്നതെല്ലാം രാജാവിനോട് പറഞ്ഞു ധരിപ്പിച്ചു. ആശാന് സമ്മാനമായ രാജാവ് ഒരു കിഴി സ്വർണ്ണ നാണയങ്ങളും നൽകി. ഒപ്പം ദുരാഗ്രഹിയായ മന്ത്രിക്ക് തക്കതായ ശിക്ഷയും നൽകാൻ അദ്ദേഹം മറന്നില്ല. അങ്ങനെ അപ്പുണ്ണി ആശാൻ തന്റെ ബുദ്ധി വീണ്ടും പ്രയോഗിച്ചു. കൂട്ടുകാർക്ക് അപ്പുണ്ണി ആശാന്റെ ഈ കഥ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കഥ കാതികയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആപ്പിലൂടെയോ ഇമെയിലൂടെയോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ കാതികയിലൂടെ ആ കഥ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അടുത്ത കഥ വരെ നന്ദി.